ശുദ്ധ മണ്ടത്തരമായിപ്പോയി. പണം വാങ്ങാനായി ആ പെണ്ണു വന്നപ്പോ അവളെ കൈയോടെ പോലീസിൽ ഏൽപ്പിക്കുകയല്ലേ ചെയ്യേണ്ടിയിരുന്നത്. ഇപ്പൊ സംഭവിച്ചത് എന്താ? പെണ്ണും പോയി, ഉള്ള കാശും പോയി. ഏട്ടനെന്നെ പറഞ്ഞതൊന്നും ഞാൻ മറന്നിട്ടില്ല. ഇത് എന്റെയും കൂടി കുടുംബമാണെന്ന് കരുതിയിട്ടാ ഞാൻ ഇതൊക്കെ പറയുന്നത്. അല്ലാതെ എനിക്കെന്ത് ലാഭം? നഷ്ടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾക്കല്ലേ, ഞങ്ങൾ സഹിച്ചോളാം. അതോർത്ത് അപ്പച്ചി വിഷമിക്കണ്ട. എടെ പ്രകാശേ, നിങ്ങളുടെയൊക്കെ നന്മ മാത്രമേ ഈ അപ്പച്ചി ആഗ്രഹിച്ചിട്ടുള്ളൂ. നിങ്ങളാരും ഇത് വിശ്വസിക്കില്ല. ഈ നിൽക്കുന്ന മീനാക്ഷിയോട് ചോദിച്ചു നോക്ക്, അവള് പറഞ്ഞു തരും. പറഞ്ഞു കൊടുക്കും മീനാക്ഷി. ഇന്നലെ നീ മുറിയിലേക്ക് വരുമ്പോ ഞാൻ സങ്കടപ്പെട്ടിരിക്കുന്നത് നീയും കണ്ടതല്ലേ? ശരിയാ, അംബികാന്റി കരയുമായിരുന്നു. എങ്ങനെയെങ്കിലും ചിന്നു തിരിച്ചു വരണമെന്ന് പറഞ്ഞ് അംബികാന്റി ഗുരുവായൂരപ്പനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതാണ് ഞാൻ കണ്ടത്. അംബികാർത്തി, ശരത്ത് ഫോണിലൂടെ പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ നമുക്കറിയാവൂ. അതും ഒരുപാടൊന്നും പറഞ്ഞുമില്ല. ആദ്യം അവൻ തിരിച്ചു വരട്ടെ, എന്നിട്ട് നമുക്ക് ഇക്കാര്യത്തെ കുറിച്ച് സംസാരിച്ചാ പോരെ? മതി. പിന്നെ സംഭവിച്ചതിന്റെ സത്യം എന്താണെന്ന് പറയാൻ അനുവിനെ കൊണ്ട് പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല. ചിന്നുവിന്റെ കള്ളത്തരം അവൾക്ക് ഇപ്പോഴും ബോധ്യമായിട്ടില്ല. ചിന്നു പറഞ്ഞത് മാത്രമല്ലേ അവൾക്കറിയൂ. ആ ചിന്നു പറ്റിച്ചത് നമ്മളെ മാത്രമാണോ? ശ്രീറാമിന്റെ കാശും കൂടിയല്ലേ അത്? ഇത് അവള് പ്ലാൻ ചെയ്തത് തന്നെ ആയിരിക്കും. ഇവിടത്തെ സ്വത്തിലായിരുന്നു പണ്ടേ അവളുടെ കണ്ണ്. അവക്ക് മോഷ്ടിക്കണമെന്നുണ്ടായിരുന്നെങ്കിൽ വേറെ എത്രയോ വീടുണ്ടായിരുന്നു. ഇവിടെ ഉള്ളവരോടൊക്കെ അവക്ക് അത്രയ്ക്ക് ദേഷ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണല്ലോ മോഷ്ടിക്കണമെന്ന് പറഞ്ഞ് അവൾ എന്നെ ഇങ്ങോട്ട് അയച്ചത്. പക്ഷെ ഇവിടെ ഉള്ളവരുടെയൊക്കെ സ്നേഹം കണ്ടപ്പോ എനിക്ക് നിങ്ങളെയൊന്നും ചതിക്കാൻ തോന്നിയില്ല. നിന്റെ മനസ്സില് നന്മയും സത്യമൊക്കെ ഉള്ളത് കൊണ്ട് തന്നെയാ കൊച്ചെ നിനക്ക് അങ്ങനെയൊന്നും തോന്നാത്തത്. അവൾക്ക് അങ്ങനെ വല്ലതും ഉണ്ടോ? അപ്പച്ചി ഒന്ന് നിർത്തുന്നുണ്ടോ? അല്ലെങ്കിൽ സഹിട്ട് ഞാൻ വല്ലതും പറഞ്ഞു. സത്യം പറഞ്ഞതിന് നീ എന്തിനു ദേഷ്യപ്പെടുന്നത്? ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും എതിർത്തൊരു വാക്ക് ഏട്ടനെ എടുത്തോ പറഞ്ഞില്ലല്ലോ. ഞാൻ പറഞ്ഞതിൽ കാര്യമുണ്ടെന്ന് അവർക്കറിയാം. നീ പറഞ്ഞതിന് ഞങ്ങൾ എതിർക്കാത്തത് അത് സത്യമായതുകൊണ്ടല്ല, വെറുതെ നിന്നോട് തർക്കിക്കാൻ വയ്യാത്തതുകൊണ്ടാ. ചിന്നു ഇവിടെ ഉള്ളവരെ ചതച്ചതാണെന്ന് നീ ഏത് ദൈവത്തെ പിടിച്ച് ആണയിട്ടാലും ഞാൻ സമ്മതിച്ചു തരില്ല. സുധരെ വേണ്ട, അംബികയോട് സംസാരിച്ചിട്ട് ഒരു പ്രയോജനവും ഇല്ല. എനിക്ക് കഴിഞ്ഞില്ല അച്ഛാ, ചിന്നുവിനെ രക്ഷിച്ചുകൊണ്ട് വരാൻ എനിക്ക് കഴിഞ്ഞില്ല. കരയല്ലേ മോളെ, വാക്കു കൊടുത്തതല്ലേ നീ അവൾക്ക് ഒരിക്കലും കരയില്ലെന്ന്? അതെ, വാക്കു കൊടുത്തതാ. പക്ഷെ എനിക്ക് കഴിഞ്ഞില്ല അച്ഛാ. ഒത്തിരിയൊക്കെ പ്രതീക്ഷിച്ചല്ല ഞാൻ അങ്ങോട്ട് പോയത്. തിരിച്ചു വരുന്നത് ചിന്നുവിനെ കൊണ്ട് തന്നെ ആയിരിക്കും ഞാൻ വിചാരിച്ചത്. അതൊന്നും നടന്നില്ല. അവളെന്റെ മുന്നിൽ വന്നതാ. പക്ഷെ ഞാൻ വിളിച്ചിട്ടും കൂടെ വരാതെ പെട്ടെന്ന് പൊയ്ക്കളയും ചെയ്തു. അവള് പോയപ്പോ എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല അച്ഛാ. പോകരുതെന്ന് പറഞ്ഞു കരഞ്ഞതല്ലാതെ ഞാനൊന്നും ചെയ്തില്ല. ചിന്നു നിന്നോടൊന്നും സംസാരിച്ചില്ലേ മോളെ? അമ്മേ, ഒന്നും ചെയ്യാൻ ഞങ്ങൾക്ക് ആർക്കും കഴിഞ്ഞില്ല. ഞാനും ശ്രീരാമും കുറച്ച് മാറി ഒരിടത്ത് നിൽക്കുകയായിരുന്നു. അനുവിന്റെ കരച്ചിൽ കേട്ട് ഞങ്ങൾ ഓടിച്ചെല്ലുമ്പോഴേക്കും ചിന്നു പോയി കഴിഞ്ഞിരുന്നു. മോളെ, ചിന്നുവിനെ തിരിച്ചു കൊണ്ടുപോകുന്ന വണ്ടിയില്ലേ, ആ വണ്ടിയില് നീ ഹീരയെ കണ്ടിരുന്നോ? ഇല്ലമ്മേ, അവളെ അല്ലാതെ മറ്റാരെ ഞാൻ ആ വണ്ടിയെ കണ്ടില്ല. എങ്കിൽ പിന്നെ ഒരു കാര്യം ഉറപ്പിക്കാം, 50 ലക്ഷം രൂപ ചിന്നു തന്നെയാ കൊണ്ടുപോയിരിക്കുന്നത്. ഹീരയുടെ പേരും പറഞ്ഞ് അവള് നടത്തിയ നാടകം ഇത്. അതാ സത്യം. $50 ലക്ഷം ഇപ്പൊ ഹീരയുടെ കയ്യിലായി. എനിക്ക് സന്തോഷായി സ്വാമി, സന്തോഷായി. പൂമംഗലത്തുകാര് ചിന്നുവിന് വേണ്ടി ഇത്രയും പണം തരുമെന്ന് ഞാൻ കരുതിയില്ല. ഹീരമ്മേ, ഞാൻ ഈ 50 ലക്ഷം രൂപ നോക്കിക്കോട്ടെ. പച്ച നോട്ടിന്റെ മണം എനിക്കൊന്ന് അറിയണം. പിന്നെന്താ, നോക്ക് നോക്ക്, നിനക്ക് മതിവരുവോളം നോക്ക്. ഹീരാമേ, ഈ പെണ്ണ് അന്നേരം പോലും ഒരേ കരച്ചില. ഇവള് ചോദിക്കാ ഹീരാമ എന്തിനാ അവളുടെ അനുചേച്ചിയെ കൊന്നതെന്ന്.
അയ്യോ ചിന്നുമോളെ, ഈ ഹീരാമ്മ അത്ര നന്ദി കെട്ടവളല്ല. നിന്റെ അനുചേച്ചിക്ക് ഒരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല. അവള് സുഖമായിട്ട് ഇപ്പൊ പൂമംഗലത്ത് തിരിച്ചെത്തി കാണും. എടേ, ഈ ഹീരാമ്മ കള്ളം പറയാറില്ല. നീ വിശ്വസിക്കുന്നെങ്കിൽ വിശ്വസിച്ചാ മതി. സ്വാമി, ആ ഫോണിൽ വേഗം സിം കാർഡ് ഇട്. അല്ല, ഇപ്പൊ തന്നെ വേണോ ഹീരാമേ? വേണം, ഇപ്പൊ തന്നെ വേണം. വേഗം പൂമംഗലത്തേക്ക് വിളിച്ചിട്ട് ഇവൾക്ക് കൊടുക്ക്. നേരത്തെ പറഞ്ഞത് വ്യക്തമായിട്ട് ഞാൻ കേട്ടില്ല. ഒന്നുകൂടെ പറഞ്ഞേ. ഞാൻ പറഞ്ഞതിൽ തെറ്റൊന്നുമില്ലല്ലോ, അതല്ലേ സത്യം. ശ്രീറാം, പ്ലീസ് അത് വിട്ടേക്കൂ. ഏയ്, അങ്ങനല്ല ജാനകി. ഇവരൊരു കാര്യം പറയുമ്പോ നമ്മളത് ശ്രദ്ധിക്കാതിരിക്കുന്നത് മോശമല്ലേ? നേരത്തെ പറഞ്ഞല്ലോ ചതിച്ചത് ചിന്നുവാണെന്ന്. അത് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായത്? എന്തെങ്കിലും തെളിവുണ്ടോ? അത് തെളിയിക്കാൻ പറ്റുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ഇക്കാര്യം ഇനി സംസാരിക്കാവൂ, അല്ലെങ്കിൽ സംസാരിക്കരുത്. ഈ വീട്ടിൽ നിന്നേ പണം മോഷ്ടിക്കാൻ വേണ്ടി തന്നെയാ അവൾ ഇങ്ങോട്ട് വന്നത്. അതെനിക്ക് ഉറപ്പാ. ആ ഉറപ്പല്ല എനിക്ക് വേണ്ടത്, തെളിവാ. എന്താ, അതുണ്ടോ? തെളിവ് തരാം. ചിന്നുവിനെ കുറിച്ച് ഇവള് പറഞ്ഞു തരും. പറഞ്ഞു കൊടുക്കും മീനാക്ഷി. ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ. എന്നാലും സാരമില്ല, ഒന്നുകൂടി പറ. ഇവിടുന്ന് മോഷ്ടിക്കണമെന്ന് പറഞ്ഞ അവൾ എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്. പക്ഷേ ഞാനത് ചെയ്തില്ല. കേട്ടല്ലോ, ആ പെണ്ണ് ലക്ഷ്മിയുടെ പുറകെ നടന്നതും ലക്ഷ്മി അമ്മയെന്ന് വിളിച്ച് സ്നേഹിച്ചു മയക്കിയതും ഒക്കെ ഇതിനു വേണ്ടി തന്നെ ആയിരുന്നു. അങ്ങനെ ആയിരുന്നെങ്കിൽ 50 ലക്ഷം രൂപ കൈ കിട്ടിയപ്പോഴും ലക്ഷ്മി വരാത്തതിനെ കുറിച്ച് ഓർത്ത് ചിന്നു സങ്കടപ്പെട്ട എന്തിനാ? എന്തായാലും ഞാൻ പറഞ്ഞ സത്യമല്ലേ? അതെ, സത്യം. ലക്ഷ്മി അടുത്തിയെ കുറിച്ച് ഓർത്ത് തന്നെയാ അവള് സങ്കടപ്പെട്ടത്. ലക്ഷ്മി അമ്മ എന്നുള്ള വിളി മറന്നിട്ട് അമ്മയെന്ന് തന്നെ അവള് വിളിച്ചത്. അങ്ങനെ വിളിച്ച് കരഞ്ഞോണ്ടാ അവൾ എന്റെ മുന്നേന്ന് പോയത്. അനു, അതല്ലാതെ മറ്റൊന്നും ചിന്നു പറഞ്ഞില്ലേ? ഒന്നുകൂടി നന്നായിട്ടൊന്ന് ഓർത്തു നോക്ക്. എന്തെങ്കിലും കൂടി പറഞ്ഞായിരുന്നു? മോളെ, ഒന്ന് ആലോചിച്ചു നോക്ക്. ചിലപ്പോ നമുക്ക് പ്രയോജനപ്പെടുന്ന എന്തെങ്കിലും ഒന്ന് നിന്നോട് അവൾ പറഞ്ഞിട്ടുണ്ടാവും. അനു, നീ സ്വസ്ഥമായിട്ട് ആലോചിക്കേ, അപ്പൊ നിനക്ക് പറയാൻ പറ്റും. ചിലപ്പോ ആ ഒരു വാക്കുകൊണ്ട് നമുക്ക് അവളെ രക്ഷിക്കാൻ പറ്റും. ഇല്ല, അവള് വേറൊന്നും പറഞ്ഞിട്ടില്ല. നിങ്ങൾ എല്ലാരും കൂടി എന്തിനാ ഈ പാവം കൊച്ചിനായിട്ട് ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത്? അവള് വേറെന്തു പറയാനാ? കാശ് കയ്യിൽ കിട്ടി, അവൾ അതും കൊണ്ട് പോയി. അമ്പികേ, നിർത്ത്. മോളെ, ചിന്നു നിന്നോട് പറഞ്ഞത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ അത് നീ പറ. അവള് വേറെന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു അമ്മേ. എനിക്കതൊന്നും മനസ്സിലായില്ല. അനു, നീ അത് പറ, ഞങ്ങൾക്ക് മനസ്സിലാവും നോക്കാലോ. അവൾ എന്നോട് പറഞ്ഞത് കൃഷ്ണ വിഗ്രഹം അവളുടെ അടുത്തില്ല, അതുകൊണ്ട് അവൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല എന്നാ. പിന്നെ പരസ്പര ബന്ധമില്ലാതെ എന്തൊക്കെയോ പറഞ്ഞു. അതിനൊന്നും ഒരർത്ഥവും എനിക്ക് തോന്നിയില്ല. ഒരിക്കലും അങ്ങനെ ആവില്ല. എന്തോ ഒന്ന് അവള് നിന്നോട് പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. നിനക്കതിന്റെ അർത്ഥം മനസ്സിലായില്ലെന്നേ ഉള്ളൂ. ചിലപ്പോ അതൊരു അടയാളമായിരിക്കും, അവളിലേക്ക് എത്താനുള്ളൊരു തുമ്പ്. എപ്പോഴെങ്കിലും അനുവിന് അതിന്റെ അർത്ഥം മനസ്സിലാവും.